ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച കവറേജ് ഏഷ്യാനെറ്റ് ന്യൂസ്. സ്പെഷ്യൽ ജൂറി മെൻഷൻ തൃശൂർ മീഡിയ വിഷൻ. TCVക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. 2023 കുന്നംകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മികച്ച കവറേജിനുള്ള ജൂറിയുടെ പ്രത്യേക പുരസ്കാരമാണ് TCVക്ക് ലഭിച്ചത്. ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. പാവറട്ടി പെരുവില്ലൂർ സ്വദേശി നിസാമുദ്ദീനെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയത്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. വെള്ളത്തോടിന് സമീപമിറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. ജനങ്ങൾ ഭീതിയിൽ. ഗുരുവായൂരിലെ മഞ്ജുള ആൽത്തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറകുവിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റിസ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കരുവന്നൂർ വലിയ പാലത്തിനു സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഗുരുവായൂർ അരിയന്നൂരിൽ വിറക് പെറുക്കി തീപിടിച്ച് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയ്ക്ക് പൊള്ളലേറ്റു. മമ്മസ്രായില്ലത്ത് ആയിഷയ്ക്കാണ് പൊള്ളലേറ്റത്. ചാവക്കാട് എടക്കഴിയൂരിൽ കടകളിൽ മോഷണം. പലചരക്ക് കട കുത്തി തുറന്ന് 10,000 രൂപയും സിഗരറ്റും കവർന്നു. വാർത്തകൾ വിശദമായി. 2023 കുന്നംകുളത്ത് നടന്ന 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച കവറേജിനുള്ള ജൂറിയുടെ പ്രത്യേക പുരസ്കാരം TCVക്ക് ലഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ ജോൺ സാമുവൽ, രവി മേനോൻ, എ വിനോദ് എന്നിവരടങ്ങിയ അവാർഡ് നിർണയ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. കായികോത്സവം സമഗ്രമായി ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനാണ് TCVക്ക് പുരസ്കാരം. ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച കവറേജ് ഏഷ്യാനെറ്റ് ന്യൂസ്. സ്പെഷ്യൽ ജൂറി മെൻഷൻ തൃശൂർ മീഡിയ വിഷൻ. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായിരുന്ന ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പാവറട്ടി പെരുവില്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് നിസാമുദ്ദീനെയാണ് STS DIG പുട്ടവിമലാദിത്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി 5 വർഷത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. ഗുരുവായൂർ തൊഴിയൂരിൽ നിന്ന് പ്രതിയെ ATS സ്ക്വാഡ് തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. പാലക്കാട് ക്രൈംബ്രാഞ്ചിന് പ്രതിയെ കൈമാറി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലപ്പിള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. 2 ആഴ്ചയ്ക്കിടെ ഇത് 3ാം തവണയാണ് ഇവിടെ പുലിയിറങ്ങുന്നത്. പിള്ളത്തോട് ഗ്രൗണ്ടിന് സമീപത്ത് രാവിലെയാണ് പശുക്കുട്ടിയെ ആക്രമിച്ച് കൊന്നത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലിയുടെ ആക്രമണത്തിലാണ് കുറുക്കൻ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞയാഴ്ച തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയതിനു ശേഷം വനംവകുപ്പ് പുലിയെ കണ്ടെത്തുന്നതിനായി ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വരന്തരപ്പള്ളി മറ്റത്തൂർ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം തടയുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും യോഗം വെള്ളിയാഴ്ച രാവിലെ വരന്തരപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ ചേരും. KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വിവിധ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി കന്നുകാലികളെ ആക്രമിച്ച് കൊല്ലുകയും ഭീതി പരത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് തുടർ നടപടികൾ കൈക്കൊള്ളാൻ യോഗം ചേരുന്നത്. ഭക്തിയുടെ പ്രതീകമായ ഗുരുവായൂരിലെ മഞ്ജുള ആൽത്തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറകുവിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റിസ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി. കിഴക്കുഭാഗത്ത് നിന്ന് ഗുരുവായൂരിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന മഞ്ജുളാൽ പ്രസിദ്ധമാണ്. മഞ്ജുള എന്ന ബാലികയുടെ ഭക്തിയാണ് മഞ്ജുളാലിലൂടെ തലപൊക്കുന്നത്. മഞ്ജുളാലിന് പ്രൗഢിയേകുന്നത് ആൽത്തറയിലെ ഗരുഡ പ്രതിമയാണ്. 55 വർഷം മുൻപ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത്. ഇത് മാറ്റി വെങ്കല പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. നിലവിലുള്ള ഗരുഡന്റെ അതേ അളവും രൂപഭാവവും മാറാതെ കളിമണ്ണിൽ നിർമ്മിച്ച പ്രതിമയിൽ വെങ്കലം പൊതിയുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ സ്വദേശിയായ ശില്പി കാനായി ഉണ്ണിയാണ് ഇത് നിർമ്മിക്കുന്നത്.
8 അടി നീളവും 16 അടി വീതിയുമുള്ള ഗരുഡ പ്രതിമയ്ക്ക് 4000-ഓളം കിലോ ഭാരം വരും. മഞ്ജുളാൽ തറ കരിങ്കൽപ്പാളി കൊണ്ട് ഉയർത്തിക്കെട്ടും. ആലിന് പടിഞ്ഞാറ് ഭാഗത്തെ കുചേലന്റെ ശില്പവും മാറ്റിപ്പണിയും. നവീകരണം പൂർത്തിയാകുന്നതോടെ മഞ്ജുളയുടെ പ്രതിമയും സ്ഥാപിക്കും. 1 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പറവൂർ സ്വദേശി വേണു കുന്നപ്പള്ളിയുടെ വഴിപാടാണിത്. വിഷുവിന് ഗുരുവായൂരിലെത്തുന്നവരെ വരവേൽക്കുന്നത് വെങ്കല പ്രതിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കരുവന്നൂർ വലിയ പാലത്തിനു സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുവന്നൂർ സ്വദേശി കിഴിവീട്ടിൽ സന്തോഷിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് വരികയായിരുന്ന ശില്പി ബസും യാത്രക്കാരെ ഇറക്കി മടങ്ങുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോ ഡ്രൈവറെ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഗുരുവായൂർ അരിയന്നൂരിൽ വിറക് പുരയ്ക്ക് തീപിടിച്ചത് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയ്ക്ക് പൊള്ളലേറ്റു. അരിയന്നൂർ മമ്മസ്രായിലത്ത് ആയിഷയ്ക്കാണ് പൊള്ളലേറ്റത്. ഇവരുടെ വീടിന് പുറകിലുള്ള വിറക് പുരയ്ക്കാണ് തീപിടിച്ചത്. വിറക് പുരയ്ക്ക് അടുത്ത് താൽക്കാലിക അടുപ്പ് നിർമ്മിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ സമീപത്ത് കൂട്ടിയിട്ടിരുന്ന വിറകിലേക്ക് തീ പടരുകയായിരുന്നു. വീടിന്റെ ഉത്തരവും ജനലും കത്തിനശിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാവക്കാട് എടക്കഴിയൂർ അതിർത്തിയിൽ കടകളിൽ മോഷണം. എടക്കഴിയൂർ കല്ലുവളപ്പിൽ മൂസയുടെ പച്ചക്കറി കട കുത്തി തുറന്ന് 10,000 രൂപയും സിഗരറ്റുകളും കവർന്നു. കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്ത നിലയിലാണ്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. സമീപത്തെ എടക്കഴിയൂർ നാരായണൻ വൈദ്യർ റോഡിലെ 3 കടകൾ കുത്തി തുറന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വേലൂരിൽ കടന്നൽ കുത്തേറ്റ് കർഷകൻ മരിച്ചു. ലിസി ഭവന് സമീപം താമസിക്കുന്ന വല്ലൂരാൻ വീട്ടിൽ 52 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ വീടിനു സമീപത്തെ കൃഷിയിടത്തിൽ നിന്നാണ് ഷാജുവിനെ കടന്നൽ കുത്തേറ്റത്. കൂട്ടമായി പറന്നെത്തിയ കടന്നലുകൾ ഷാജുവിനെ ആക്രമിക്കുകയായിരുന്നു. കാട്ടുപന്നികൾ കതിരിട്ട നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിലാണ് കാട്ടുപന്നികൾ കൂട്ടമായെത്തി ഏക്കർ കണക്കിന് നെൽവയലുകൾ നശിപ്പിച്ചത്. കൊയ്ത്തിന് പാകമായി കൊണ്ടിരിക്കുന്ന 5 ഏക്കറോളം നെൽവയലാണ് നശിപ്പിച്ചത്. മല്ലപ്പിള്ളിക്കുന്നിന്റെ താഴെയുള്ള പാടത്ത് 40 ഏക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത്. പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പദ്ധതി തയ്യാറാക്കിയിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കർഷകർ ആരോപിച്ചു. കടങ്ങോട് ചിറമനേങ്ങാട് കണലിപ്പാറ പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. പടക്കക്കടകളിൽ നിന്നും ഒഴിവാക്കുന്ന ഗുണ്ട് ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ കേന്ദ്രത്തിന് സമീപം കൂട്ടിയിട്ട് കത്തിച്ചത്. ശബ്ദവും രൂക്ഷമായ പുകയും ഉയർന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കത്തിക്കുന്നത് തടഞ്ഞു. കുന്നംകുളം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പടക്ക വിൽപ്പന കമ്പനിയുടെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് ഗോഡൌൺ നിർമ്മിക്കുന്നു എന്ന പരാതി നിലനിൽക്കുന്ന സ്ഥലത്താണ് വെടിക്കെട്ട് സാമഗ്രികൾ കത്തിച്ചത്. ഇത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കി. ഈ ചുറ്റുവട്ടത്ത് പെട്ടെന്ന് 50 മീറ്ററിൻ്റെ ചുറ്റുവട്ടത്ത് 10-20 വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംരംഭം വരാൻ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ അന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്. അന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയത്. പക്ഷേ ഇന്ന് അതിന് വിപരീതമായിട്ട് കുറച്ച് പഴയതായിട്ടുള്ള കുറേ സ്ഫോടക വസ്തുക്കൾ, അതായത് പടക്കം ഇവിടെ നിന്ന് പൊട്ടിച്ചു വരും. കുട്ടികൾ നടന്നു പോകുന്ന വഴിക്ക് സമീപം ഗുണ്ട് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പരന്നു കിടക്കുന്നുണ്ട്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. കണലിപ്പാറയിൽ പടക്ക സംഭരണശാലയ്ക്ക് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നു. ജനവാസ കേന്ദ്രത്തിലെ പടക്ക സംഭരണശാലയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. മനക്കൊടിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ ട്രസ് തകർന്നു. പാടുവീട്ടിൽ ചന്ദ്രന്റെ പറമ്പിലെ തെങ്ങാണ് വെള്ളാമ്പറമ്പിൽ സുന്ദരന്റെ പുതിയതായി നിർമ്മിച്ച വീടിന് മുകളിലേക്ക് വീണത്. ആർക്കും പരിക്കില്ല. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വാർഡംഗം കെ രാഗേഷും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. ശക്തമായ കാറ്റിനെ തുടർന്ന് തെങ്ങ് കടപുഴകി റോഡിന് കുറുകെ വീണു. വേലൂർ തലക്കോട്ടുകര പ്രഭാത് നഗറിലാണ് തെങ്ങ് വീണത്. സംഭവ സമയത്ത് റോഡിൽ ആരും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. വൈദ്യുതി കമ്പികൾക്കും കേബിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു.
അന്തിക്കാട് ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. ഉത്തര കർണാടക സ്വദേശി 27 വയസ്സുള്ള വാസുദേവ് അശോക് ശാസ്ത്രി എന്ന ആദർശാണ് മരിച്ചത്. പുത്തൻപീടികയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷത്തിനെത്തിയതായിരുന്നു യുവാവ്. 4 സുഹൃത്തുക്കൾ ചേർന്ന് അന്തിക്കാട്ട് കുളത്തിൽ നീന്തുന്നതിനിടെ യുവാവ് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. കൂടെയുള്ള സുഹൃത്തുക്കൾ ഒച്ചവെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. നാട്ടികയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം ആദർശിനെ കുളത്തിൽ നിന്നുമെടുത്ത് പുത്തൻപീടിക പാതുവ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ വർഷങ്ങളായി തുള്ളൽ കലയിൽ പരിശീലകനായിട്ടുള്ള മണലൂർ തുള്ളൽ കളരിയിലെ ആശാൻ മണലൂർ ഗോപിനാഥിനെ കുനമുച്ചി സത്സംഗ് തുള്ളൽ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. മണലൂർ തുള്ളൽ കളരിയിൽ നടന്ന ചടങ്ങിൽ സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു ഉപഹാരവും പൊന്നാടയും സമർപ്പിച്ചു. മണലൂർ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗോപിനാഥിന്റെ ശിഷ്യനും തൃശൂർ ജില്ലയിൽ നിന്ന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന അന്തിക്കാട് ഹൈസ്കൂളിലെ CR ദേവാനന്ദിനെ ചടങ്ങിൽ ആദരിച്ചു. കോർഡിനേറ്റർ PJ ബിജോയ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി PV ബഷീർ, ട്രഷറർ CP സ്റ്റീഫൻ, അഡ്മിൻ പോളി തുടങ്ങിയവർ സംസാരിച്ചു. ചില മുദ്രാവാക്യങ്ങൾ സമൂഹത്തിൽ അരോചകത്വമാണ് സൃഷ്ടിക്കുന്നതെന്ന് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി CK മധുസൂദനൻ പറഞ്ഞു. SNDP യോഗം പൂപ്പത്തി ശാഖയിലെ ഗുരുചൈതന്യ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺവീനർ MK കൃഷ്ണദാസ് അധ്യക്ഷനായി. മാള SI CK സുരേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. SNDP ശാഖാ സെക്രട്ടറി PP രാജൻ, വൈസ് പ്രസിഡന്റ് PM രാധാകൃഷ്ണൻ, വനിതാ സംഘം പ്രസിഡന്റ് ഓമന ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പൊ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം ഇവർ ഈ തേടിപ്പിടിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഈ തെളിവുകളും മറ്റു കടലാസുകളും ചിറ്റാറ്റുകര വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദേവാലയത്തിലെ 255-ാം കമ്പിടി തിരുനാൾ 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. ജാതിമതഭേദമന്യേ അർഹതയുള്ള എല്ലാവർക്കും എല്ലാ മാസവും 1000 രൂപ വീതം സഹായം നൽകുന്ന പ്രതിമാസ പെൻഷൻ പദ്ധതിയും പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹത്തിന് 5 ലക്ഷം രൂപ നൽകുന്ന വിവാഹ സഹായ പദ്ധതിയും ഉൾപ്പെടെ 15 ലക്ഷം രൂപയാണ് കാരുണ്യപ്രവർത്തികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 7:30 മുരളി പെരുന്നെല്ലി MLA ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തേങ്ങാവിളക്ക് തെളിയിക്കും. പാവറട്ടി സെയിന്റ് തോമസ് ആശ്രമം പ്രയോർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പിണ്ടി തെളിയിക്കൽ ചടങ്ങ് നടത്തും. 6, 7 തീയതികളിലാണ് പ്രധാന തിരുക്കർമ്മങ്ങളും ആഘോഷ പരിപാടികളും നടക്കുക. വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, PD ജോസ്, PV പിയൂസ്, റിജോ P ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തുരുത്തി കൃഷിഭവൻ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി പച്ചക്കറി തൈ നടിയിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു തൈ നടിയിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. കയ്പമംഗലം SI സജീഷ്, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസാമോൾ സൈമൺ, എടത്തുരുത്തി കൃഷി ഓഫീസർ KA മഹേഷ്, മതിലകം കൃഷി ഓഫീസർ ഡോക്ടർ PC സജന തുടങ്ങിയവർ പങ്കെടുത്തു. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 148-ാം ജന്മദിനം വിവിധ കരയോഗങ്ങളിൽ ആഘോഷിച്ചു. തെക്കുംകര കരുമാത്ര NSS കരയോഗത്തിൽ നടന്ന പരിപാടികൾക്ക് കരയോഗം സെക്രട്ടറി AS ശ്രീദേവി നേതൃത്വം നൽകി. തെക്കുംകര മനക്കലപ്പടി NSS കരയോഗത്തിൽ നടന്ന ആഘോഷം കരയോഗം പ്രസിഡന്റ് രവി കുണ്ടൂർ നേതൃത്വം നൽകി. തെക്കുംകര പൈങ്ങോട് NSS കരയോഗത്തിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് പ്രസിഡന്റ് M രാജീവും വടക്കുംകര പൂമംഗലം കരയോഗത്തിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് പ്രസിഡന്റ് U ചന്ദ്രശേഖരനും നേതൃത്വം നൽകി. കുഴിക്കാട്ടുശ്ശേരി സെയിന്റ് മേരീസ് പള്ളിയിൽ ഇടവക ദിനാഘോഷവും വികാരി ഫാദർ ജോർജ് മങ്കരന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജോർജ് മംഗലത്തിനെ മന്ത്രി R ബിന്ദു ആദരിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ PO തോമസ്, PY ജോൺ, PP പീറ്റർ, PU വിൽസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്ക സയൻസ് പോർട്ടലും ചേർന്ന് ഗവേഷകർക്കായി നടത്തിയ സയൻസ് സ്ലാമിൽ അമല ക്യാൻസർ റിസർച്ച് സെന്ററിലെ ഗവേഷക സ്നേഹദാസിന് 1ാം സ്ഥാനം. 30,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പാലക്കാട് IIT-യിൽ നടന്ന ചടങ്ങിൽ മന്ത്രി R ബിന്ദു, മുൻമന്ത്രി തോമസ് ഐസക് എന്നിവർ ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. കീമോതെറാപ്പി ചികിത്സ മൂലം ഹൃദയത്തിനേൽക്കുന്ന ക്ഷതങ്ങൾക്ക് പരിഹാരമായി ഗുച്ചി എന്ന കാശ്മീർ കൂണിനെക്കുറിച്ച് ഡോക്ടർ ജനാർദ്ദനന്റെ കീഴിൽ ഗവേഷണം നടത്തുകയാണ് സ്നേഹ.
കാരമുക്ക് സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് 3 ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ദേവാലയ ശുശ്രൂഷി CR ജോസ് നിർവഹിക്കും. ശനിയാഴ്ച പ്രസുതേന്തി വാഴ്ച, അമ്പെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 ദിവ്യബലിയും വൈകിട്ട് പ്രദക്ഷിണവും നടക്കും. ജനറൽ കൺവീനർ ഷോജൻ ചുങ്കത്ത്, കൈക്കാരന്മാരായ ജിജോ കൊമ്പൻ, TB ബൈജു, പബ്ലിസിറ്റി കൺവീനർ ബെന്നി കൈതാരത്ത്, CJ ഔസേപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ തനിച്ചു താമസിക്കുന്ന ടാക്സി ഡ്രൈവറെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തമ്പല്ലി നളന്ത ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചീരേടത്ത് രഘുവാണ് മരിച്ചത്. വീടിന്റെ വാടക വാങ്ങാനെത്തിയ ആൾ തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് ജനലിലൂടെ നോക്കിയപ്പോഴാണ് രഘുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഗുരുവായൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മാളക്കുളത്തിനോടനുബന്ധിച്ചുള്ള ഭാഗത്ത് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് പേര് മാറ്റാനുള്ള മാള പഞ്ചായത്തിന്റെ ശ്രമത്തിനെതിരെ കോൺഗ്രസ്. മാളക്കുളം പ്രദേശം സന്ദർശിച്ചതിന്റെ ഓർമ്മയിലാണ് രാജീവ് ഗാന്ധിയുടെ പേര് നൽകിയിരിക്കുന്നത്. മാളക്കടവ്, വടമ, കിണർ റോഡ്, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് മാള അരവിന്ദന്റെ പേര് നൽകണമെന്ന ദീർഘകാലത്തെ ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിലുള്ള നീക്കം നല്ല ഉദ്ദേശത്തോടെയല്ലെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AA അഷ്റഫ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മാളക്കുളത്തിന്റെ ഭാഗത്തിന് മാള അരവിന്ദന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിനായി വെള്ളിയാഴ്ച നടക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് വികാരി ഫാദർ ബാബു അപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബീഷ് പിണ്ടിയാമാക്കൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ വെള്ളിയാഴ്ച തിരുനാളിനെത്തുന്നവർക്ക് വിതരണം ചെയ്യാനുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള 10,000-ലേറെ റോസാപ്പൂക്കൾ എത്തി. കർണാടകയിലെ റോസാപ്പൂന്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ചതാണ് റോസാപ്പൂക്കൾ. രാമനാഥപുരം ബിഷപ്പ് മാർപോൾ ആലപ്പാട്ട് റോസാപ്പൂ വിതരണോദ്ഘാടനം നിർവഹിക്കും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,150 രൂപ, പവന് 57,200 രൂപ, വെള്ളി ഗ്രാമിന് 94 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,160 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച കവറേജ് ഏഷ്യാനെറ്റ് ന്യൂസ്. സ്പെഷ്യൽ ജൂറി മെൻഷൻ തൃശൂർ മീഡിയ വിഷൻ. TCVക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. 2023 കുന്നംകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മികച്ച കവറേജിനുള്ള ജൂറിയുടെ പ്രത്യേക പുരസ്കാരം TCVക്ക്. ചാവക്കാട് പുന്നാൻ നൌഷാദ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. പാവറട്ടി പെരുവല്ലൂർ സ്വദേശി നിസാമുദ്ദീനെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയത്. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പിള്ളത്തോടിനു സമീപമിറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. ജനങ്ങൾ ഭീതിയിൽ. ഗുരുവായൂരിലെ മഞ്ജുളാൽത്തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറകുവിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റിസ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി.
തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കരുവന്നൂർ വലിയ പാലത്തിനു സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഗുരുവായൂർ അരിയന്നൂരിൽ വിറക് പുരയ്ക്ക് തീപിടിച്ചത് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയ്ക്ക് പൊള്ളലേറ്റു. മമസ്രായില്ലത്ത് ആയിഷയ്ക്കാണ് പൊള്ളലേറ്റത്. ചാവക്കാട് എടക്കഴിയൂരിൽ കടകളിൽ മോഷണം. പലചരക്ക് കട കുത്തി തുറന്ന് 10,000 രൂപയും സിഗരറ്റും കവർന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.